ഒരാളുടെ വളർച്ച കാണുമ്പോൾ, ഉയർച്ച കാണുമ്പോൾ അതിനെതിരെ നിൽക്കുവാൻ പലരും എഴുന്നേറ്റു എന്ന് വരാം. ഒരുപക്ഷെ ഭയം കൊണ്ടാകാം, തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ചിന്തയാകാം, അസൂയയാകാം, ശത്രുവിന്റെ പ്രവൃത്തിയാകാം, എന്തു തന്നെയാകാം. സാധാരണഗതിയിൽ ബലവും കുതന്ത്രവുമുള്ള ആളുകൾ ജയിക്കുകയാണ് പതിവ്. എന്നാൽ ദൈവമക്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അങ്ങനെ പറയുവാനുള്ള കാരണം, ജീവിതയാത്രയിൽ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഭാരപ്പെടാതെ മുന്നേറുവാനുള്ള കാരണം തങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന വിശ്വാസം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലാവരും എതിരാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ ആർക്കും തന്നെ പ്രതികൂലമായി നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങൾ നോക്കി പ്രവർത്തിക്കുന്ന അനേകർ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുണ്ടാകാം. എന്നാൽ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല എങ്കിലും ഒരിക്കലും നടക്കുകയില്ല, ഒരിക്കലും മുന്നേറാൻ പറ്റുകയില്ല എന്ന ചിന്ത ശത്രുവായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാലും ദൈവം കൂടെയുണ്ട് എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ തീർച്ചയായും കാണുക തന്നെ ചെയ്യും. അതിന് കാരണം ദൈവത്തോട് പറ്റി നിൽക്കുന്നവർക്കുള്ള ദൈവിക സംരക്ഷണം, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കുന്ന ദൈവിക പ്രൊട്ടക്ഷൻ. ഇത് വെറുതെ പറയുന്നതല്ല. ദൈവവചനത്തിൽ ഉടനീളം ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർക്കുള്ള ദൈവിക കരുതലും ദൈവിക പരിപാലനം നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം സഹോദരന്മാരോട് ദൈവം തന്നെ കാണിച്ച ദർശനം പങ്കുവെക്കുക നിമിത്തം അവരിൽ നിന്ന് നിന്ദയും പരിഹാസവും അതിക്രമവും യോസഫ് ഏൽക്കുമ്പോഴും ദർശനം കാണിച്ച ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദർശനത്തിന്റെ നിവർത്തീകരണം ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സഹോദരന്മാർ തങ്ങളെ കൊണ്ടാവുന്നത് പോലെയെല്ലാം ആ ദർശനം ഒരിക്കലും നടക്കാതിരിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുവെങ്കിലും തന്നെ നശിപ്പിക്കാനായി ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം കാണിച്ച ദർശനത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം നിങ്ങളെ കാണിച്ച ദർശനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ആരൊക്കെ എതിര് നിന്നാലും, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ കാണുവാൻ തുടങ്ങും. ഇന്ന് ശത്രു നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന സകലതും നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കത്തക്ക വിധത്തിലുള്ള ദൈവിക പദ്ധതി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതെ, സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല ഈ ദൈവം പ്രവർത്തിക്കുന്നത്. സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 13 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും: ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും? പ്രിയ ദൈവത്തിലെ, രാജാതിരാജവും കർത്താതി കർത്താവുമായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളൊന്ന് ധൈര്യപ്പെടണം. ഇവിടെ നിങ്ങൾ തീരുകയല്ലെന്നായി പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണും. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് യാദൃശ്ചികമാണ് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നിങ്ങളെ അയച്ച ദേശത്ത് ദൈവിക നന്മ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വരുന്ന വിഷയങ്ങളെ നോക്കി ഭാരപ്പെട്ട് നെടുവീർപ്പെട്ട് നിലവിളിച്ച് എല്ലാം തീർന്നു ഇനി മുന്നേറാൻ പറ്റുകയില്ല എന്ന് പറയുന്നതിന് മുൻപേ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കണം. എത്ര അതിശയകരമായ ദൈവം നമ്മെ വഴി നടത്തിയത്. ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാകാം നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചവർ പലരും ആവശ്യ സമയത്ത് നിങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നുപോയത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവമാ നിങ്ങളുടെ കൂടെയുള്ളത്. അതേ പ്രിയ ദൈവത്തിലെ, പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഈ ദൈവത്തോട് ചേർന്ന് ജീവിതയാത്ര മുന്നേറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പല തീരുമാനങ്ങളും പല സമയങ്ങളിലും എടുത്തുവെങ്കിലും ഒന്നും ഒരു വിധത്തിൽ മുന്നേറുവാൻ കഴിയാത്തതുപോലെ ശത്രുവിന്റെ കെട്ടുകളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും നിരാശപ്പെടല്ല. ജീവിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാവീദ് ഇടയ ബാലനായിരിക്കുമ്പോൾ തന്നെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. എന്നാൽ അടുത്ത 10 വർഷക്കാലം അവൻ രാജകൊട്ടാരത്തിലായിരുന്നില്ല, മരുഭൂമിയിലെ ഗുഹകളിലായിരുന്നു. സ്വന്തം രാജാവായ ശൗൽ അവനെ കൊല്ലുവാനായി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് ശത്രുവായവൻ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ തലമേൽ ദൈവികമായ ഒരു അഭിഷേകം കിടക്കുന്നത് കൊണ്ട് ശത്രുവിന് നിങ്ങളെ തൊടാൻ പറ്റുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന് പറ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ട്. ശത്രുവിന്റെ സൈന്യബലമോ അധികാരമോ ഒന്നും അഭിഷേകമുള്ള പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ തൊടുകയില്ല. കാരണം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കാവല.
ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവമെന്ന് വാഗൊണ്ട് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ശത്രുവിനും തടുക്കാൻ പറ്റുകയില്ല. പ്രിയ ദൈവത്തിലെ, വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ ചുവടുകൾ എടുത്തു വെക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലും, ഇനി ആരും എനിക്കില്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം ഒന്ന് രുചിച്ചറിഞ്ഞ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യം ഉറയ്ക്കണം, ശത്രുവിന് ശക്തി ഉണ്ടാകും, പക്ഷേ സർവശക്തനാ നമ്മുടെ ദൈവം. ശത്രുവിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയല്ല. ഇന്ന് വിശ്വാസത്തോടെ പറയണം, ഇല്ല, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത മേഖലകളിൽ, എന്റെ ജോലി മേഖലകളിൽ, എന്റെ ശുശ്രൂഷ മേഖലകളിൽ, എന്റെ തലമുറയുടെ മേഖലകളിൽ ശത്രുവിന്റെ ഒരു തന്ത്രവും നടക്കുകയല്ല. ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയുള്ളവരാ. യേശുവിന്റെ മുമ്പാകെ ഞങ്ങൾ ഇത് ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് പറയാമോ? അങ്ങനെ നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നും നമുക്കായി ജീവിക്കുന്ന ദൈവത്തിന്റെ പരമാധികാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവിക കരുതൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നിങ്ങൾ ഇന്ന് കേട്ട ഈ ചെറിയ സന്ദേശത്തിന് മുമ്പാകെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവേ, ഞാൻ എന്നെ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരികയാണ്. ഇവരുടെ ജീവിത മേഖലകളിൽ കഴിഞ്ഞ നാളുകളിൽ ഇവർ കേട്ട ദൈവ ശബ്ദത്തിന്റെ നിവർത്തീകരണം ഇവർ അനുഭവിക്കട്ടെ. ദൈവപ്രവൃത്തി ഇവരിലൂടെ ദേശം കാണട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. അപ്പൊ അങ്ങത് ചെയ്തനാൽ നന്ദി. സകലമാനം മഹത്വം അങ്ങയ്ക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. പ്രിയ ദൈവത്തിലെ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.